ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ കാണാത്തതും പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളതാ അവിടെ എത്തി. ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിൻ്റെ കുറച്ചും കൂടി ആയിട്ടുള്ള നല്ല കളറാണ്, നല്ല ഗോൾഡിൻ്റെ പോലത്തെ കളറ്. ഇതിൻ്റെ പേരാണ് മണിച്ചോളം. ഞാനിവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗിക്കുകയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി ഇതിൻ്റെ ഒരു വിളവെടുപ്പ് സമയമാകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ റോഡിൽ മുറിച്ചിട്ട് ഇങ്ങനെ അവരെ തല്ലി പൊഴിച്ച് അങ്ങനെ എടുക്കുന്നത് കാണാം. ഇതിൻ്റെ പ്രോസസ്സൊന്നും എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനവിടെ നിൽക്കുമ്പോൾ അത് കൂടെ പെട്ടെന്ന് സച്ചു കയറി വരുമ്പോൾ ഞാൻ പേടിച്ചു പോയി. നല്ല ഭംഗി, നല്ല കാറ്റും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് മണിച്ചോളം. വെച്ചേക്കുട്ടൻ പിന്നെ ഇതാ വാഴക്കൊലയൊക്കെ പിടിച്ച് നിന്ന് അവിടെ ഒത്തിരി ഉണ്ടത്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതാ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നിറയെ തക്കാളി കൃഷിയെല്ലാമാണ്. ഇതെല്ലാം തക്കാളി കൃഷിയാണ്. ഈ കാണുന്നതെല്ലാം ഫുള്ള് തക്കാളി കൃഷിയാണ്. ഇതൊന്ന് കണ്ടിട്ട് നമുക്ക് അവിടുന്ന് പോരാനേ തോന്നിയില്ലായിരുന്നു. പിന്നെ എന്താ ഇതിൻ്റെ സീതപ്പഴമല്ല, അതുപോലത്തെ വേറൊരു പഴമാണെന്നാണ് തോന്നുന്നത്. ഞാൻ സീതപ്പഴം തന്നെയാണെന്ന് എനിക്ക് അത്രയ്ക്ക് അറിയുന്നില്ല. പിന്നെ ഇതാ ഞങ്ങൾ ഇതിൻ്റെ ചെറിയതായിട്ട് വിരിഞ്ഞത് വന്നതിൻ്റെ വെറൈറ്റീസൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല അങ്ങനെ ഒരെണ്ണം ഒടിച്ചുകൊണ്ട് വരാൻ തോന്നി, പക്ഷേ അതിൻ്റെ ഉടമസ്ഥരെ കണ്ടാൽ നമ്മൾ ഓടിക്കില്ലേ. പിന്നെ ഒരു കാര്യം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, നമുക്ക് പിന്നീടും വരാമല്ലോ. പന്നിയെ കാണുവേ, ചൊറിയും കുറച്ച് കഴിയുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. നല്ല ഭംഗിയുള്ള അതുപോലെ ഒരു വെള്ളച്ചാട്ടവും നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ അങ്ങനെ പോയി ഇരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പിന്നെ ഇതാ പോകുന്ന വഴി തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു വഴിയാണ്. പുഴയുടെ പുഴയാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. ഒരു തടാകമൊക്കെ പോലെ അവിടെ ഒരു അമ്പലവും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിൽക്കൂടെ നിറയെ ആടിനെയും പശുവിനെയൊക്കെ തീറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ നല്ലൊരു രസമാണ്. ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് മുഷിഞ്ഞപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് പോയതാണ്. നല്ല ഭംഗിയുള്ള നെൽപ്പാടങ്ങളും. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ചെറിയൊരു യാത്ര തീർന്നു. അപ്പോൾ നമ്മുടെ ചാനലെല്ലാവരും ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ. 1K സബ്സ്ക്രൈബറായി. അപ്പോൾ അത്രയും പേർക്ക് എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് 1K ആയത്. അതുപോലെ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണേ. ഓക്കെ, ബൈ, ലവ് യു ആൾ.